പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരത്തൊരു വാർത്ത ബംഗളൂരു എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇന്നലെ ബംഗളൂരു എഫ് സിയുടെ ഒരു ട്രെയിനിങ് സെഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ട്രെയിനിങ് സെഷന് ശേഷം ബംഗളൂരു എഫ് സി അവരുടെ കളിക്കാരെ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാവുന്നതുവരെ പരിശീലനം നിർത്തിവെച്ചതായിട്ട് അറിയിച്ചിരുന്നു. ഇപ്പോൾ ISLലും ഐ ലീഗിലും സംയുക്തമായി കുറച്ച് ക്ലബ്ബുകൾ മാത്രമേ സജീവമായി പരിശീലനം നടത്തുന്നുള്ളൂ. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെ എല്ലാ ISL ക്ലബ്ബുകളും നിലവിൽ പ്രതിസന്ധിയിലാണ്. മാത്രമല്ല നിലവിൽ ഇപ്പോൾ ലീഗിൽ ഏതൊക്കെ ക്ലബ്ബുകൾ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ പോലും ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. ആകെ ജംഷഡ്പൂർ എഫ് സി മാത്രമാണ് ഏത് ഫോർമാറ്റ് ആണെങ്കിലും ലീഗിൽ കളിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഒഡീഷ എഫ് സി പിന്മാറിയേക്കുമെന്നുള്ള വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ബാക്കിയുള്ള ISL ക്ലബ്ബുകളുടെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുവരെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള എല്ലാ ക്ലബ്ബുകളെ സംബന്ധിച്ചും വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടാവുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് 40 കോടിയോളം രൂപയ്ക്കടുത്ത് നഷ്ടം ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് പോലും ലീഗിൽ നിന്ന് പിന്മാറാൻ ചാൻസ് ഉണ്ട് എന്നുള്ള വാർത്തകളെല്ലാം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ ക്ലബ്ബുകൾ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. നിലവിലിപ്പോൾ ചില ISL ക്ലബ്ബുകളെല്ലാം ലീഗിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറാണ്. ഒഡീഷ എഫ് സി ഉൾപ്പെടെയുള്ള ചില ക്ലബ്ബുകൾ പിന്മാറിയേക്കാം. ഇനി അഥവാ ലീഗിൽ പങ്കെടുത്തില്ലെങ്കിൽ ക്ലബ്ബുകളെ അത് ബാധിക്കുകയും ചെയ്യും. വന്നുള്ള അപ്ഡേറ്റ് അനുസരിച്ച് ഈ വർഷം ISLൽ പങ്കെടുക്കാത്ത ഏതെങ്കിലും ക്ലബ്ബുകളെ റെലഗേറ്റ് ചെയ്യുമെന്നാണ് AIFF ക്ലബ്ബുകളോട് പറഞ്ഞിരിക്കുന്നത്. ഇത്തവണ ISLൽ പങ്കെടുക്കാത്ത ക്ലബ്ബുകൾ ഉണ്ടെങ്കിൽ ആ ക്ലബ്ബുകളെ റെലഗേറ്റ് ചെയ്യും. ആ ഒരു തീരുമാനത്തിലെത്തിയത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക ISL ക്ലബ്ബുകളും പങ്കെടുക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. മാത്രമല്ല നിലവിൽ ഈ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെ പല ക്ലബ്ബുകളിലെയും താരങ്ങളെല്ലാം ക്ലബ്ബ് വിടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധികൾ കാരണം കൊണ്ട് തന്നെയാണ് താരങ്ങളെല്ലാം ക്ലബ്ബ് വിടുന്നത്. അതും ISL ക്ലബ്ബുകളെല്ലാം ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പോരായ്മയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.